കരൂർ പഞ്ചായത്തിൽ UDF പിന്തുണയോടെ വിജയിച്ച സ്വതന്ത്രൻ LDFിനെ തുണച്ചതോടെയാണ് പഞ്ചായത്തിൽ LDF ഭരണം പിടിച്ചത്. ഇടനാട് വെസ്റ്റിൽ നിന്നും വിജയിച്ച പ്രിൻസ് കുര്യത്ത് LDFിന് പിന്തുണ നൽകി പ്രസിഡന്റ് സ്ഥാനം നേടുകയായിരുന്നു. പ്രിൻസ് കുര്യത്ത് UDF പിന്തുണയോടെയാണ് മത്സരിച്ചതെന്നും ഇപ്പോഴത്തെ നിലപാട് കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് N സുരേഷ് പറഞ്ഞു. കരൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ പ്രിൻസ് അഗസ്റ്റ്യനെതിരെ കോൺഗ്രസ് അതിശക്തമായ നടപടി സ്വീകരിക്കുകയും അയോഗ്യതയ്ക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചെയ്യും. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചതിന് ശേഷം പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുകയും മിനിറ്റ്സിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രചരണ സാമഗ്രികൾ മുഴുവൻ UDF എന്നുള്ള നിലയിലാണ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം UDF എന്നുള്ള നിലയിൽ മത്സരിച്ച് ജയിച്ച് ജനങ്ങളെ വഞ്ചിച്ച് LDFിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായത് ചട്ടവിരുദ്ധമാണ്. അതിനെതിരെ കോൺഗ്രസ് പാർട്ടി അതിശക്തമായി നീങ്ങുകയും അദ്ദേഹത്തിന് 6 മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായിട്ട് മുമ്പോട്ട് പോകും. DCC പ്രസിഡന്റ് സീറ്റ് അനുവദിക്കുകയും പ്രിൻസ് കുര്യത്ത് ടീം UDF എന്ന നിലയിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും ആഹ്ലാദ പ്രകടനങ്ങളിൽ പോലും UDFിൻ്റെ 9 അംഗങ്ങളിൽ ഒരാളായാണ് പ്രിൻസ് പ്രവർത്തിച്ചത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 9 അംഗങ്ങളും ഒരുമിച്ച് ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. പ്രസിഡന്റ് ഇലക്ഷന് തൊട്ടു മുൻപ് LDFിലേക്ക് കൂറുമാറിയ പ്രിൻസ് കരൂർ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. പ്രസ്താവനകളിലും നോട്ടീസുകളിലും UDF ആയിരിക്കുകയും DCC പ്രസിഡന്റിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാതെ കൂറുമാറുകയും ചെയ്ത പ്രിൻസ് കുര്യത്തിനെതിരെ ഉടൻ തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പരാതി നൽകുമെന്നും N സുരേഷ് പറഞ്ഞു. ജനവികാരം UDFിന് അനുകൂലമായിരിക്കെ LDFിലേക്ക് സ്വതന്ത്ര അംഗം കൂറുമാറുകയും ഭരണം നഷ്ടപ്പെടുകയും ചെയ്തതിൽ UDF നേതൃത്വത്തിന് കടുത്ത പ്രതിഷേധമാണുള്ളത്.